എം ടി നമ്മളെ വിട്ട് പിരിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് നാമൊക്കെ ഈ ഒരു തുഞ്ചൻ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായും ഇവിടെ ഇതിനു മുമ്പ് വന്ന എൻ്റെ മാതിരിയുള്ളവർക്കൊക്കെ എം ടിയുടെ സാന്നിധ്യം ഉണ്ടാക്കുന്ന ആ വലിയ ഒരു ഗരിമ, അതിൻ്റെ ഒരു മഹത്വം ഇന്നും ഓർമ്മയിലുണ്ട്. തീർച്ചയായും അദ്ദേഹം നമുക്കായിട്ട് അത്ര എളുപ്പമല്ല അദ്ദേഹം നടത്തിയ കാര്യങ്ങളുടെ ആ തലത്തിലേക്ക് എല്ലാം കൊണ്ടുപോവുക. എന്നാലും അദ്ദേഹം നമ്മൾക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൂടെ ഈ തുഞ്ചൻ പറമ്പ് എന്ന സ്ഥാപനം തീർച്ചയായും മുന്നോട്ട് പോകും എന്ന് നമുക്കറിയാം. ഇന്ന് ഈ സെഷനിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയ സുഹൃത്ത് കെ പി മോഹനൻ, വളരെ കാലമായിട്ട് എനിക്ക് പരിചയമുള്ള, പക്ഷേ വല്ലപ്പോഴും കാണാറുള്ള തമിഴിലെ പ്രസിദ്ധനായ കവിയും നിരൂപകനൊക്കെ ആയിട്ടുള്ള സുകുമാരൻ, അദ്ദേഹത്തെ ഇവിടെ പലപ്പോഴും ഞാൻ തമിഴ് സുഹൃത്തുക്കളെ കണ്ടാൽ അന്വേഷിക്കുന്ന ഒരു പേര് സുകുമാരൻ്റെതാണ്. സുകുമാരൻ എവിടെയാണുള്ളത്, ഇപ്പോൾ സുഖമല്ലേ എന്ന്. അദ്ദേഹത്തെ കണ്ടതും വലിയ സന്തോഷമായി. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ വിഷയം, കഥാഖ്യാനം എന്നത് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലൊരു നോവൽ കഥാഖ്യാനം എന്ന ഒരു വിശാലമായ അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഒരു കാര്യം തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. തീർച്ചയായും നോവൽ ഒരു സാഹിത്യ രൂപമല്ല, അത് സ്വയം തന്നെ ഒരു സാഹിത്യമാണെന്ന് പറയാറുണ്ട്. അത്രയധികം വൈവിധ്യങ്ങളും അത്രയധികം വൈജാത്യങ്ങളും ഒരു ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ബഹുസ്വരതകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യ രൂപമാണ് നോവൽ. അത് ഒരു സങ്കര രൂപമാണ്. സങ്കരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതൊരിക്കലും ഒരു ശുദ്ധ, ഇപ്പോൾ കവിതയിലൊക്കെ നിങ്ങൾക്കറിയാം, ഒരു ശുദ്ധ കവിത സാധ്യമാണ്, ശുദ്ധമായിട്ടുള്ള ഒരു വരേണ്യമായിട്ടുള്ള ഒരു ശൈലി സാധ്യമാണ്. നോവലിന് പൊതുവെ സാഹിത്യ നോവൽ, ലിറ്ററി ഫിക്ഷൻ എന്നൊരു പല ലൈബ്രറികളിലും ബുക്ക് ഷോപ്പുകളിലൊക്കെ കാണും. ലിറ്ററി ഫിക്ഷൻ, പോപ്പുലർ ഫിക്ഷൻ. പക്ഷെ നോവൽ ഒരേ സമയം പല കൃതികളും അത് പോപ്പുലർ ഫിക്ഷനും ആവും, എലിറ്റ് അല്ലെങ്കിൽ വരേണ്യ ഫിക്ഷനും ആവും. അത് അത്ര എളുപ്പമല്ല അതിനെ വേർതിരിക്കാൻ. പ്രത്യേകിച്ച് എം ടിയുടെ നോവലുകൾ എടുത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർത്തൊരു നോവലുണ്ടെങ്കിൽ 4 കെട്ടാണ്. വീട്ടിൽ അത് 3 ദിവസത്തേക്കോ മറ്റോ ആണ് കിട്ടിയത്. എൻ്റെ അമ്മയാണ് വലിയൊരു വായനക്കാരി. ഞാനന്ന് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ എനിക്ക് അനുവദിച്ച് കിട്ടിയത് ഒരു ദിവസം വൈകുന്നേരം ഒരു 7 മണി മുതൽക്ക് വായിക്കാൻ തുടങ്ങി. രാത്രി 11 മണിയാകുമ്പോഴേക്ക് മിക്കവാറും നോവൽ തീർത്തു, രാവിലെ കുറച്ച് നേരം കൂടി. അപ്പോൾ ഇങ്ങനെ ഞാൻ നിമഗ്നനായിട്ട് വായിച്ചു തീർത്തൊരു നോവല് പിന്നീട് നോവലുകൾ വായിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ 4 കെട്ടുമായിട്ടുള്ള ഒരു അഭിമുഖം, ആ തരത്തിൽ നമ്മളെയൊക്കെ വായനക്കാരാക്കിയ കൃതികളാണ് എം ടിയുടേത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ വ്യക്തിവാദത്തിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല നോവൽ ഉത്ഭവിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഒരു വലിയ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ചർച്ച തന്നെ നടക്കുന്നത് ഈ കാർണിവൽ എന്ന സങ്കല്പത്തിൽ നിന്നാണ് നോവൽ വരുന്നത്. അതിൽ ഭക്തിൻ്റെ ഒരു വലിയ പുസ്തകം തന്നെയുണ്ട്. അദ്ദേഹം പറയുന്നത് റാബലെ എന്ന 15ാം നൂറ്റാണ്ടിലെ ഒരു ഫ്രഞ്ച് പാതിരി മാത്രമല്ല, അദ്ദേഹം ഭിഷഗ്വരനായിരുന്നു, ഡിപ്ലോമാറ്റായിരുന്നു, 8ഓ 9ഓ ഭാഷകൾ അറിയാവുന്ന വലിയ പണ്ഡിതനായിരുന്നു. പക്ഷെ അദ്ദേഹം എഴുതിയത് ജനപ്രിയമായിട്ടുള്ള, അങ്ങേയറ്റം ആൾക്കാരെ, അന്ന് നിലവിലുള്ള എല്ലാതരം
മതപരമായിട്ടുള്ള ഭരണപരമായ എല്ലാതരം വിലക്കുകളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള എഴുത്തുകളാണ്. അതിലില്ലാത്ത അശ്ലീല പദങ്ങളില്ല, അതിലില്ലാത്ത ബീഭത്സമായിട്ടുള്ള വർണ്ണനകളില്ല. അപ്പോൾ നോവലിൻ്റെ ഒരു തുടക്കം തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിരോധമായിട്ടാണ്. നിലവിലുള്ള കത്തോലിക്ക സഭയും ഒരുപക്ഷെ കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭയും ഒരുപോലെ എതിർത്ത ഒരു എഴുത്തുകാരനെ ഉണ്ടായിട്ടുള്ളൂ, അത് റാബെലയാണ്. അദ്ദേഹം ആരെയും വെറുതെ വിട്ടിട്ടില്ല. ഗർഗൻഡുവ ആൻഡ് പെൻഡഗ്രുവൽ, ബീഭത്സം എന്നൊരു രസം അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന തരത്തിലുള്ള വർണ്ണനകളാണതിൽ ധാരാളമായിട്ടുള്ളത്. ഭാഷ പൂത്തുലഞ്ഞ്, ഇപ്പോൾ നമ്മൾക്കറിയാം കുഞ്ചൻ നമ്പ്യാരിലും VKNലും ഒക്കെ ഇതിൻ്റെ ഈ കാർണിവലിൻ്റെ അംശങ്ങളുണ്ട്. അത് നോവലിൻ്റെ ഒരു പ്രത്യേക വഴിയാണ്. സൂര്യ നമ്പൂതിരിപ്പാട് സംസാരിക്കുമ്പോൾ അതിലൂടെ ഒരു വ്യവസ്ഥയാണ് സംസാരിക്കുന്നത്. ആ വ്യവസ്ഥയെ വിമർശനത്തിന് വിധേയമാക്കുന്ന തരത്തിലാണ് ഇന്ദുലേഖയുടെ ഒരു പാത്ര സൃഷ്ടി തന്നെ. അവിടെ രണ്ടു തരം ആശയ ലോകങ്ങൾ മുഖാമുഖം കാണുന്ന ഇതാണ് നോവലിനെ സംബന്ധിച്ചോളം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നമ്മൾ ഈ കാണുന്ന 60 കൊല്ലോ 40 കൊല്ലോ 50 കൊല്ലോ എടുത്താൽ കാണുന്ന ആവർത്തിച്ച് വരുന്ന ഈ പലതരം ആശയലോകങ്ങൾ മുഖാമുഖം കാണുകയും അന്യോന്യം സംഘർഷത്തിലേർപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക ഭൂമിക. ഇത് നോവലിൻ്റെ തനതായിട്ടുള്ള ഒരു തട്ടകമാണ്. ഈ സംഘർഷമില്ലെങ്കിൽ നോവലില്ല. നോവൽ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പലതരം മേഖലകളിൽ നിരന്തരമായി നടക്കുന്ന ആശയ സമരത്തിൻ്റെ തന്നെ വേറൊരു തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ്. പക്ഷെ അത് ഏത് തരത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു വിമർശനത്തിൻ്റെ പദാവലി തരുന്നു എന്നൊക്കെ അത് പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല. ഒരു വെറും സൗന്ദര്യ വിപ്ലവമായി മാത്രം നോവലിനെ കാണാനാവില്ല. അത് വ്യക്തി കേന്ദ്രീതമാവുമ്പോൾ കൂടി തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ആ ഒരു സമൂഹ മനുഷ്യൻ്റെ ഒരു ഭാഷ എവിടെ ഒരു സമൂഹത്തിൻ്റേതായി അടയാളപ്പെടുത്തപ്പെടുന്നു അവിടെ ഒരു മുഴുവൻ സമൂഹവും വന്നു കഴിഞ്ഞു. അതൊരു വ്യക്തിയുടെ മാത്രം കഥയായിട്ട് നിലനിൽക്കില്ല. ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം തീർച്ചയായിട്ടും അത് സൂചിപ്പിച്ചു മോഹനൻ. അത് നമ്മുടെ ഈ സാമൂഹ്യ രൂപവൽക്കരണം തീർച്ചയായിട്ടും മോഹനൻ പറഞ്ഞ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ തലമുറ 25-30 കൊല്ലം കഴിയുമ്പോഴും നോവലിൻ്റെ രൂപം മാറുന്നു. ഇംഗ്ലീഷ് നോവലിനെ പറ്റിയൊക്കെ ഈ പഠനം നടന്നിട്ടുണ്ട്. ഒരു പ്രത്യേക കാലത്ത് ഒരു പക്ഷേ ഫാമിലി നോവൽ, കുടുംബകഥകൾ വളരെ പ്രചാരമായി. ജെയിൻ ഓസ്റ്റിൻ്റെ നോവൽ. ഇപ്പോൾ ജെയിൻ ഓസ്റ്റിൻ്റെ നോവലിൽ ഫ്രഞ്ച് വിപ്ലവത്തെപ്പറ്റി ഒരു പരാമർശം പോലുമില്ല. അക്കാലത്ത് എഴുതപ്പെടുന്ന വലിയ നോവലാണ്. അവിടെ കൊളോണിയൽ അധികാരികൾ വരുന്നുണ്ട്, പക്ഷേ കൊളോണിയലിസത്തെ പറ്റി ഒരു ചർച്ചയുമില്ല. സങ്കുചിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതിലൂടെ ഒരു ഉന്നത ശ്രേണിയിൽ ജീവിക്കുന്ന അഭിജാത വർഗത്തിൻ്റെ ഒരു ഐറോണിക്കലായിട്ടുള്ള വിമർശനപരമായിട്ടുള്ളൊരു ചിത്രം അതിൽ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അതിന്നും ക്ലാസിക്കായി തുടരുന്നതിൻ്റെ ഒരു കാരണം അതിൽ വരുന്ന ആഴം, ആ ഐറണിയുടെ ഒരു പ്രത്യേക വിമർശനാത്മകതയുടെ ആഴം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തോട്ടിയുടെ മകനും ശബ്ദങ്ങളും 1947 പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഓടയിൽ നിന്ന് ബാല്യകാലസഖി 244 വരുന്നു. പക്ഷേ ഇത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം, ഈ 47 എന്തുകൊണ്ട് തോട്ടിയുടെ മകനും ശബ്ദങ്ങളും രണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള നോവലുകൾ.
ഈ 2 നോവലുകളിലൂടെയും മലയാളം ഒരു പുതിയ തരത്തിലുള്ള ഒരു സ്വരം കണ്ടെത്തുന്നുണ്ട്. നോവലിനെ പറ്റി പലപ്പോഴും ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യം, ആരുടെ സ്വരമാണ് നോവലിൽ മുഴങ്ങുന്നത്? സ്ത്രീ കഥാപാത്രങ്ങളുണ്ടാവാം. ഇന്ദുലേഖയുടെ സ്വരം നമ്മൾ കേൾക്കുന്നു. അവിടെയാണ് നോവൽ വ്യത്യസ്തമാവുന്നത്. തികച്ചും സ്വകാര്യമായിട്ടുള്ള അതിൽ കല്യാണിക്കുട്ടി എന്നൊരു കഥാപാത്രമുണ്ട്. അവരുടെ സ്വരം നമ്മൾ കേൾക്കുന്നില്ല. അവർ ഒരു സൂര്യ നമ്പൂതിരിപ്പാട് അവസാനം അവരെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ സ്ത്രീകളിൽ തന്നെ വിദ്യാഭ്യാസം നേടുന്ന, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്ന ഒരു പുതിയ മധ്യവർഗത്തിൻ്റെ ഭാഗമാകുന്ന ഒരു ചെറിയ സമൂഹ ഭാഗത്തിൻ്റെ കഥയായിട്ടാണ് ഇന്ദുലേഖ എഴുതപ്പെടുന്നത്. അത് മുഴുവൻ അതിലൂടെ ഒരു പുതിയ സമൂഹത്തിലെ ഒരു അഭിജാത എന്ന് തന്നെ പറയണം, ഒരു വരേണ്യ വർഗം, അവരുടേതാണ് ഒരു പുതിയ ഇന്ത്യൻ ദേശം ഉയർന്നു വരുന്നത്. എൻ്റെ ഒരു ലേഖനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാധവൻ ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് കപ്പൽ വഴി പോകുമ്പോൾ ആ കപ്പൽ മലബാറിൻ്റെ തീരത്തെത്തുമ്പോൾ മാധവൻ കേരളക്കരയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തു നിന്നുള്ള നോട്ടം വളരെ പ്രധാനമാണ്. നോവലെന്ന രൂപത്തെ തന്നെ സാധ്യമാക്കിയത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നോട്ടമല്ല. നമ്മൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അതുപോലെ ഒരു പബ്ലിക് സ്ഫിയർ ഉണ്ടായി, പത്രമാസികകളുണ്ടായി, അച്ചടി ഉണ്ടായി, ധാരാളം ചർച്ചകൾ നടന്നു. 18-ാം അധ്യായം നോക്കുക, ഇന്ദുലേഖയുടെ 18-ാം അധ്യായമാണ് മറ്റധ്യായങ്ങളുടെ ഒരു താങ്ങി നിർത്തുന്ന ആശയത്തിൻ്റെ ഒരു അസ്ഥിവാരം. സ്ത്രീ വിദ്യാഭ്യാസം, ദേശീയത, ഏത് തരത്തിലുള്ള ഇന്ത്യയാണ് നാം വിഭാവനം ചെയ്യുന്നത്? നോവൽ അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരു പബ്ലിക് സ്ഫിയർ ഉണ്ടായതോടുകൂടി തന്നെയാണ് സരസ്വതി വിജയം എന്ന നോവൽ നിങ്ങൾ വായിച്ചാൽ അതിൽ ഇന്ത്യൻ ക്രിമിനൽ കോഡിനെ പറ്റി കുബേരൻ നമ്പൂതിരിപ്പാട് ഒരു അവർണനായിട്ടുള്ള ഒരു ചെറുമൻ ചെക്കനെ ശിക്ഷിക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉടനെ വാറാണ്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ജീവിതം മുഴുവൻ പോലീസ് പിന്തുടരുന്നുണ്ട്. അവസാനം അയാളെ വിചാരണയ്ക്ക് ശേഷം ശിക്ഷിക്കുന്നുണ്ട്. ഇത് പൗരനാവുന്ന സന്ദർഭമാണ്. നോവൽ മലയാളത്തിൽ ഉണ്ടായി വരുന്നത് പ്രജ എന്ന രാജാവിൻ്റെ പ്രജയായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു പൗരൻ എന്ന നിലയ്ക്ക്, ഒരു പൗരൻ ഉണ്ടാവണമെങ്കിൽ പലതരം സ്ഥാപനങ്ങൾ വേണം. അതിൽ ഒന്നാണ് സിവിൽ കോഡുകൾ, പലതിനുള്ള നിയമസംഹിതകൾ, ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ശാരദ എന്ന നോവലിൽ ഒരു വലിയ കോടതി, ഒരു വലിയ രംഗമാണ്. ആദ്യകാല മലയാള നോവലിൽ ആവർത്തിച്ച് വരുന്ന ഒരാശയമാണ് കോടതി, അല്ലെങ്കിൽ കോടതി രംഗം, അവിടെ നടക്കുന്ന വാദങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇതൊരു മഹാകാവ്യത്തിൽ സാധ്യമല്ല. ഇത് നോവലിൻ്റെ തട്ടകമാണ്. നിങ്ങൾ കോടതിയിൽ കേൾക്കുന്ന ഭാഷ ഗൃഹത്തിൻ്റെ അകത്തളത്തിൽ കേൾക്കുന്ന ഭാഷയല്ല. അതിനെ ഉൾക്കൊള്ളാൻ നോവലിന് കഴിവുണ്ട്. ഒരു പക്ഷേ കവിതയ്ക്കതിനാവില്ല, നാടകത്തിനൊരു അതിർത്തി വരെ ആവാം. പക്ഷെ നോവലിലാണ് ഇങ്ങനെയുള്ള വൈവിധ്യമേറിയ ഭാഷകൾ, കോടതി ഭാഷ, വക്കീലിൻ്റെ ഭാഷ, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഷ, ശിശുക്കളുടെ ഭാഷ, ഇതൊക്കെ ഉൾക്കൊള്ളാൻ നമ്മൾ ഈ ശബ്ദങ്ങളും തോട്ടിയുടെ മകനും മാത്രം എടുത്താൽ 2 ലോകങ്ങളാണ്. ശബ്ദങ്ങൾ യുദ്ധ നോവല എന്ന നിലക്ക് ആദ്യമായി മലയാളത്തിൽ വരുന്നൊരു വലിയ കൃതിയാണ്. അതിനെപ്പറ്റി OV വിജയൻ ഒരു ചെറിയ ലേഖനം എഴുതിയിട്ടുണ്ട്. OV വിജയൻ പറഞ്ഞു, നമ്മൾ മറന്നുപോയ പുസ്തകമാണിത്. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ധർമ്മപുരാണം എഴുതപ്പെട്ടത്
ശബ്ദങ്ങൾ എഴുതപ്പെട്ടത് കൊണ്ടാണ് യുദ്ധം എന്ന അനുഭവത്തെപ്പറ്റി ഇത്ര തീക്ഷ്ണമായിട്ട് കോവിലനും വിജയനൊക്കെ എഴുതുന്നതിന് എത്രയോ മുമ്പ് മലയാളത്തിൽ എഴുതിയത് ബഷീറാണ്. പക്ഷേ തോട്ടിയുടെ മകൻ മലയാളത്തിലൊരു ക്ലാസിക്കായിട്ട് കൊണ്ടാടപ്പെട്ടു. ശബ്ദങ്ങളെപ്പറ്റി ആരും ശബ്ദിച്ചില്ല. ബഷീർ പോലും പിന്നീട് തൻ്റെ മറ്റ് നോവലുകളെപ്പറ്റി പറയാറുണ്ടായിരുന്നു, ശബ്ദങ്ങളെപ്പറ്റി പറയാറില്ലായിരുന്നു. അപ്പോൾ മലയാള നോവലിലെ ചിലതരം വലിയ പരീക്ഷണ മുഹൂർത്തങ്ങൾ നമ്മളിന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അത്തരം മരണത്തിൻ്റെ നിഴലിൽ ശബ്ദങ്ങൾ രണ്ടും യുദ്ധകാല നോവലുകളാണ്. 50കൾക്ക് മുമ്പ് 50കളിൽ തന്നെയാണ് മറ്റേ മരണത്തിൻ്റെ നിഴലിലും വരുന്നത്. ഇതിനെപ്പറ്റി എന്തുകൊണ്ട് പഠനങ്ങൾ നടന്നില്ല എന്ന് ചോദിച്ചാൽ അത് ഒരു പുറം ലോകമാണ്. അത് നമ്മൾക്ക് പ്രണയത്തിൻ്റെ ലോകം മനസ്സിലാവും, യുദ്ധത്തിൻ്റെ ലോകം. ഇന്ന് ഒരു പക്ഷേ നാം എത്തി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ യുദ്ധം എന്നത് ഒരു നിത്യ ജീവിതത്തിൻ്റെ ആഗോളവൽക്കരിക്കപ്പെട്ട നമ്മുടെയൊക്കെ ടെലിവിഷൻ സെറ്റുകളിൽ ദിവസവും നമ്മൾ കാണുന്ന ലോകത്തിൻ്റെ ഭാഗമാണ്. ബഷീർ എത്രയോ നമ്മുടെ മുന്നിൽ നടന്നു എന്നാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ നോവലുകൾ ഇങ്ങനെയുള്ള പുതിയ തരം സങ്കേതങ്ങൾ, ആഖ്യാന സങ്കേതങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ എടുത്താൽ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി മാറുമ്പോൾ ആഖ്യാന സങ്കേതവും മാറണം. കാരണം അവ തമ്മിൽ എവിടെയോ ഒരു വൈരുദ്ധ്യാത്മക ബന്ധമുണ്ട്. രൂപവും സാഹിത്യരൂപവും സാമൂഹ്യ ഘടനയുടെ ഉൾഘടനയും ഉൾരൂപവും തമ്മിൽ അന്യോന്യം ഒരു പാരസ്പര്യമുണ്ട്, അന്യോന്യം ഒരു വളരെ ഗഹനമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മൾക്കറിയാം, ഈ തോട്ടിയുടെ മകൻ ഒരു വലിയ നോവലാണ്. അതിനെ ഒരു തരത്തിലും ഞാൻ കുറച്ച് കാണുന്നില്ല. ചുടലമുത്തൂടെ ഒരു 3 തലമുറ, ഇശക്കുമുത്തു, ചുടലമുത്തു, മോഹനൻ, തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വലിയ മുന്നേറ്റം, അത് അവസാനിക്കുന്നത് സ്വയം നമ്മുടെ ഭാഗധേയം, നമ്മുടെ ഭാവി നമ്മൾ സ്വയം തീരുമാനിക്കണം. ഒരു നിർവഹണ ശേഷി വ്യക്തി എങ്ങനെ കൈവരിക്കുന്നു, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു വലിയ, അത് രണ്ടിടങ്ങഴി ഇങ്ങനെയുള്ള നോവലുകളിലൊക്കെ നമുക്ക് തകഴിയിൽ ആവർത്തിച്ച് നമ്മൾക്ക് കേൾക്കാൻ കഴിയും. ഈ ഒരു സന്ദർഭത്തിൽ മുഴങ്ങി നിൽക്കുന്നൊരു വാക്കുണ്ട്, അത് മനുഷ്യൻ, മാനവീയത. ഇപ്പോൾ നമ്മൾ പാവങ്ങളുടെ 100ാം വർഷം ആഘോഷിക്കുന്ന കാലമാണ്, അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന കാലമാണ്. എന്തുകൊണ്ട് പാവങ്ങൾ എന്നൊരു നോവല് 25-27 കാലത്ത്, 1925-27 കാലത്ത് മലയാളത്തിൽ ഒരു വലിയ വഴി തുറന്നു? NS മാധവൻ പറഞ്ഞത് പാവങ്ങൾ നമ്മുടെ ആധുനിക മലയാള നോവലിൻ്റെ ആദ്യത്തെ വലിയ ഉദാഹരണമാണ്. ഇങ്ങനെ പുറത്തുനിന്നുള്ള ആ ആശയം ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. മാധവൻ്റെ പുറത്തുനിന്നുള്ള നോട്ടം പോലെ തന്നെ പ്രധാനമാണ് ഒരു ആൻറ്റി ഹീറോ എന്ന, അല്ലെങ്കിൽ ഒരു അധോലോകം, അതിലെ മനുഷ്യർ, അങ്ങനെയുള്ളൊരു സങ്കല്പം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന പാവങ്ങൾ എന്ന നോവൽ. അത് മലയാള നോവലിനെ അടിമുടി നവീകരിച്ചു. കാണുന്ന രീതി മാറി. നിങ്ങൾ കാണുന്ന രീതി മാറുമ്പോൾ നിങ്ങൾ വരക്കുന്ന രീതി മാറുന്നു, എഴുതുന്ന ഭാഷ മാറുന്നു, കാണുന്ന വസ്തുക്കളും മാറുന്നു. ആ ചിത്രകലയിലും സംഗീതത്തിലും ആഖ്യാന കലയിലും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഒരു ജ്ഞാനിമം, ഒരു സീഡ് ഗീസ്റ്റ്, ടൈം സ്പിരിറ്റ്, ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ജീനിയസ്. അത് കവിതയിലും ചിത്രകലയിലും നോവലിലും ആഖ്യാന സങ്കേതങ്ങളിലും ഇതൊക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നത് കാണാനാവും.
തീർച്ചയായിട്ടും ഈ 47 കാലം മുതൽ 50-കൾ വരെ കാണുന്ന ആ ടൈം സ്പിരിറ്റ് അല്ല നാലുകെട്ടിന് ശേഷം. നാലുകെട്ട് തീർച്ചയായും ഒരു വിച്ഛേദമാണ്. MTയുടെ ഒരു വലിയ ശക്തി ഈ ആഖ്യാന സങ്കേതത്തെപ്പറ്റി അത് നിർവഹിക്കുന്ന ഒരു സമൂഹ സ്വരത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലിനെ പറ്റിയുള്ള വലിയ ഒരു ധാരണ. നോവൽ വെറും കഥ പറയുന്നതല്ല, ആരുടെ പക്ഷത്ത് നിന്ന് കഥ പറയുന്നു, ആരുടെ സ്വരം. കുട്ടിയേടത്തിയുടെ എന്ന വലിയ കഥ, ഒരു വാസു എന്ന് പറഞ്ഞ ചെറിയ കുട്ടിയുടെ ഒരു വീക്ഷണത്തിലാണ് എഴുതപ്പെട്ടത്. ഒരു കുട്ടിയുടെ വീക്ഷണത്തിൽ ആ കഥ പറയുമ്പോൾ അത് കറുത്തവൾ ആയതുകൊണ്ട് മാത്രം അങ്ങേയറ്റം പീഡനം അനുഭവിക്കുകയും അവസാനം ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ഒരു വളരെ ബുദ്ധിമതിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ പറ്റിയാണ്. ടോണി മോറിസൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു നോവലുണ്ട്, ദ ബ്ലൂവസ്റ്റ് ഐ. തനിക്ക് നീലക്കണ്ണുകളില്ലാത്തത് കൊണ്ടാണ് അമ്മ എന്നെ സ്നേഹിക്കാത്തത് എന്ന് വിചാരിക്കുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള പെൺകുട്ടി. ഇത്രയും ഹൃദയഭേദകമായിട്ടുള്ളൊരു നോവല് ഞാനത് ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അത്ര അധികം മനുഷ്യരെ സ്പർശിക്കുന്ന ഒരു കഥയാണത്. അതേ പ്രമേയം ഒരു കഥയായിട്ട് MT നമ്മുടെ ഒരു നിറത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിൽ അനാഥയാവുന്നു. അവൾ ആർക്കും വേണ്ടാത്തവളാവുന്നു. അവൾക്ക് വേറെ വഴിയില്ല. സമൂഹത്തിൽ നിന്ന് പുറത്തേക്ക് മരണം മാത്രമേ ഒരു വഴിയാവുന്നുള്ളൂ. ഇത്തരം പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു കുടുംബത്തിൻ്റെ ദുരന്തമല്ല, ഒരു സമൂഹത്തിൽ തന്നെ. അവിടെയാണ് ഈ ജന്മി വ്യവസ്ഥ എന്നത് ഒരു മനുഷ്യനെ തന്നെ കാണാൻ അനുവദിക്കാത്ത, ഈ മനുഷ്യനെന്ന ആശയം നമ്മൾക്ക് തുറന്നു കിട്ടിയതിന് ശേഷവും ആ മനുഷ്യനെ എങ്ങനെ ഒരു ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തിരിച്ച് അറിയാം, അതിനെ എങ്ങനെ ആ ആശയത്തെ ഒരു പ്രത്യയശാസ്ത്രമായിട്ട് നോവലിലൂടെ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ കണ്ടെത്താം. നമ്മുടെ കഥകളിൽ ഈ പ്രമേയം ആവർത്തിച്ച് വരുന്നുണ്ട്. ഏറ്റവും അവസാനം MT എഴുതിയ ഒരു കഥ, അതിൻ്റെ പേര് കാഴ്ച എന്നാണ്. ആ കാഴ്ചയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ വയസ്സായിട്ടുള്ള ഒരു വല്യമ്മായി മാതിരി ഒരു വയസ്സായ സ്ത്രീ, പക്ഷേ കണ്ണ് കാണില്ല. പക്ഷെ അവരുടെ അനുഭവത്തിൻ്റെ ഒരു ധൈര്യം, ഒരു ചെറുപ്പക്കാരിയോട് നിൻ്റെ ജീവിതം നിൻ്റെ ഉത്തരവാദിത്വമാണ്, നീ അത് തിരിച്ചറിയണം, നിൻ്റെ സ്വന്തം വഴിയിലൂടെ പോകണം. ഈ തരത്തിലുള്ള തലമുറകൾ അന്യോന്യം അകന്നിരിക്കുമ്പോഴും അവർ തമ്മിൽ ഒരു ഡയലോഗ്, സംഭാഷണം, പരസ്പര്യം സാധ്യമാണ് എന്ന് തോന്നിക്കുന്ന വലിയ ജീവിത മുഹൂർത്തങ്ങൾ MT നമ്മളെ എപ്പോഴും ചെറുകഥകളിലൂടെ പ്രത്യേകിച്ചും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ ഉദാഹരണം തരുന്നില്ല. ഒരു കാര്യം കൂടി ഇതോട് ഒത്ത് പറയേണ്ടതുണ്ട്. ബഷീർ പലതരം സങ്കേതങ്ങൾ, ആഖ്യാന സങ്കേതങ്ങൾ പ്രയോഗിച്ചൊരു നോവലിസ്റ്റാണ്. അത്ര എളുപ്പമല്ല, എത്ര ലളിതമായിട്ടുള്ള, ഇപ്പോൾ നമ്മളൊക്കെ വായിച്ച് ചിരിക്കുന്ന തരത്തിലുള്ള ആനവാരിയും പൊൻകുരിശും മാതിരിയുള്ള നാടൻ കഥകൾ പോലും അദ്ദേഹം പുതിയ പുതിയ തരത്തിലുള്ള ഭാഷയിലും സംഭാഷണത്തിലും പലതരം ഭാഷണങ്ങളുടെ മിശ്രിതത്തിലുമൊക്കെ അദ്ദേഹം ഉണ്ടാക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഒരു ഉത്സവീകരണം, വാക്കിൻ്റെ ഉത്സവീകരണം ഏറ്റവും ശക്തമായി ഉപയോഗിച്ചൊരു എഴുത്തുകാരനാണ് ബഷീർ. ഒരു നോവൽ മാത്രം എടുത്തു പറയാം. എൻ്റെ ഉപ്പൂപ്പൊക്കെ റാണിയുണ്ടായിരുന്നു, 1956 ആ കാലത്താണ്. ഇത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇവിടുത്തെ
നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സമുദായങ്ങളും, അത് നായർ സമുദായമാവാം, ഈഴവ സമുദായമാവാം, അതിലൊന്നായിട്ട് മുസ്ലിം സമുദായവും ഈ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരാവുകയും അതെങ്ങനെ ഒരു ആധുനിക മലയാളി സമൂഹത്തിൻ്റെ ഭാഗമായി സ്വയം നമുക്ക് മാറി ഒരു പരിണമിക്കാം എന്നൊരു ചോദ്യം അവരുടെ മുന്നിൽ വരികയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് പാത്തുമ്മ എന്ന ഒരു വളരെ നിഷ്കളങ്കയായിട്ടുള്ള തനിനാടൻ മലയാളം മാത്രം അറിയുന്ന കുട്ടിയെ കോളേജിൽ പോയി വിദ്യാഭ്യാസം നേടിയിട്ടുള്ള നിസാർ അഹമ്മദ് ഒരു മാനക മലയാളം, സ്റ്റാൻഡേർഡ് മലയാളം പഠിപ്പിക്കുകയാണ്. ഇതിൽ അങ്ങനെ പാത്തുമ്മ ഒരു ഫാത്തിമയായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ തരത്തിലുള്ള ഒരു മോഡേൺ സ്വത്വത്തിലേക്ക്, ആധുനിക മലയാളി സ്വത്വത്തിലേക്ക് പങ്കുചേരുകയാണ്. പക്ഷേ ഈ നോവലിൽ അവിടെയാണ് ബഷീർ വളരെ വ്യത്യസ്തമാണെന്ന് ഞാൻ പറയുന്നത്. ബഷീർ ഇതിനെപ്പറ്റി ഉന്നയിക്കുന്ന ചില സംശയങ്ങളുണ്ട്, സന്ദേഹങ്ങളുണ്ട്. ആധുനികത തന്നെ ബലപ്രയോഗമാവുമ്പോൾ അത് എത്രത്തോളം ഒരു സമുദായത്തിൻ്റെ ഒരു തനി അവർക്ക് പ്രാപ്യമായ സ്വത്വങ്ങളിൽ ഒന്നല്ലേ ആധുനികത. അവരുടേതായിട്ടുള്ള പാരമ്പര്യം, അവരുടേതായിട്ടുള്ള നാടൻ ഇത് എത്രത്തോളം പഴഞ്ചനാണ്, പാരമ്പര്യത്തിൽപ്പെട്ടതാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവരെ നമ്മൾ ബലപ്രയോഗത്തിലൂടെ മാറ്റിയെടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു, കാരണം ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കണ്ണ് തുറക്കുകയല്ല, ആ വെളിച്ചത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ണ് ഇരുണ്ടു പോവുകയാണ്, കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു ഇംഗ്ലീഷ് ഡ്രാമയിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, അവൾ ഒരു കഥാപാത്രം മരിച്ച് കിടക്കുമ്പോൾ ഹെർ ഐസ് ഡാസിൽ മീ കവർ ഹെർ ഫേസ്, വെളിച്ചം എനിക്ക് സഹിക്കാനാവുന്നില്ല. അങ്ങനെ വെളിച്ചവും ചിലപ്പോൾ സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ബഷീർ ഇങ്ങനെയുള്ള വളരെ ചെറിയ സന്ദേഹങ്ങളെ അയാളുടെ നോവലിൽ, വലിയ മൗനങ്ങളുമാണവ, അത് നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടെ കരുതി വെച്ചിട്ടുണ്ട്. നമ്മളത് കാതോർത്താൽ മനസ്സിലാവും. പാത്തുമ്മയുടെ ആടിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. ഈ സങ്കേതങ്ങൾ, ആഖ്യാനം എന്ന് പറയുന്നത് തന്നെ ചിലതരം ആശയലോകങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമുള്ള ഭാഷയാണ്. അപ്പോൾ അത്ര എളുപ്പമല്ല. ഇപ്പം എനിക്ക് അതിൻ്റെ അധിക ഉദാഹരണം പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും പറയാം. ഇപ്പോൾ ഓംനി പ്രസൻറ്റ് നറേറ്റർ, സർവ്വവ്യാപിയായിട്ടുള്ള ആഖ്യാതാവ്. ഇപ്പോൾ നോവലിസ്റ്റ് തന്നെ ദൈവത്തെ പോലെ എല്ലാം കാണുന്നു, എല്ലാം പറയുന്നു, എല്ലാം ആഖ്യാനം ചെയ്യുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നാലുകെട്ട് മാതിരിയുള്ള നോവലിൽ ആഖ്യാതാവ് സർവ്വവ്യാപിയാണ്, പക്ഷേ അപ്പുണ്ണിയുടെ വീക്ഷണത്തിലൂടെയാണ് കഥയുടെ മിക്കവാറും കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ ഒരു ചെറിയ മാറ്റമുണ്ട്. പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലതരം വീക്ഷണങ്ങൾ അന്യോന്യം സംഘർഷത്തിലേർപ്പെടുന്ന തരത്തിലുള്ള നോവലുകൾ വരുന്നു. അഗ്നിസാക്ഷി എന്ന നോവൽ ഞാനിവിടെ എടുത്തു പറയുന്ന ഒരു കാരണം, അത് ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവലായതുകൊണ്ട് മാത്രമല്ല, ഈ നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ ഭൂമിക അതിലുണ്ട്, അതിൻ്റെ വിമർശനവുമുണ്ട്. നമുക്കറിയാം, ദേവകി മനമ്പള്ളി, ദേവകി എന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ വിവാഹം കഴിച്ച് മനമ്പള്ളി മനയിൽ എത്തുമ്പോൾ അവിടുത്തെ ഉണ്ണി നമ്പൂതിരി, അയാളെല്ലാം വളരെ ഒരു ബ്രാഹ്മണ ചിട്ടയിലേ ജീവിക്കുള്ളൂ. ഏത് ദിവസം ഭാര്യയോടൊപ്പം ശയിക്കണം
അതിനും നാളും ദിവസവും തിഥിയൊക്കെ നോക്കിയിട്ടോ അദ്ദേഹം ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഷ്ഠാന ജീവിതത്തിൻ്റെ ഭാഗമായ ഭർത്താവ് വളരെയധികം ബുദ്ധിയും അക്കാലത്തെ പത്രമാസികളൊക്കെ വായിക്കുന്ന വിദ്യാഭ്യാസമുള്ള അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ദേവകി, ഇവരുടെ സംഘർഷം, ഇത് രണ്ട് ലോകമാണ്, ഈ പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും. അവിടെ ഈ കഥ മുഴുവൻ ആഖ്യാനം ചെയ്യുന്നത് ലക്ഷ്മി എന്നൊരു ഈ കുടുംബമായി ബന്ധമുള്ള അപ്പൻ്റെ മകൾ, അത് ഒരു നമ്പൂതിരി ഒരു നായർ സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ അതിലുണ്ടാവുന്ന കുട്ടി ലക്ഷ്മി അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. അച്ഛൻ മരിക്കുന്ന ദിവസം ആ കുടുംബത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നുണ്ട്. ഇത് ദേവകി ഒരു പ്രത്യേക സന്ദർഭത്തിൽ വീട് വിട്ടിറങ്ങുകയാണ്. കാരണം ഈ ഭർത്താവിൻ്റെ ഒപ്പമുള്ള ജീവിതം ദുസ്സഹമാവുന്നു. ദേവകി മാനംപള്ളി എന്ന നിലയിൽ പേര് കേൾപ്പിച്ച് ഒരു വലിയ രാഷ്ട്രീയ ഒരു നേതാവായി മാറുന്നു. അവർ പല യോഗങ്ങളിലും പങ്കെടുക്കുകയും അതിനുശേഷം ലക്ഷ്മി അവരെ കാണുന്നത്, ഞാൻ കഥ പറയുകയല്ല മുഴുവനായിട്ട്, സുമിത്രാനന്ദമയി എന്നൊരു യോഗിനിയായിട്ടാണ്. ഒരു ജീവിതത്തിൽ തന്നെ നിരവധി ജീവിതങ്ങൾ ജീവിച്ച ഈ ദേവകി, അവർ ഒരു പക്ഷേ നമ്മുടെ സ്ത്രീ സ്വത്വത്തിൻ്റെ വലിയ തരം സംഘർഷങ്ങൾ അവർക്ക് സാധ്യമായ, എന്തുകൊണ്ട് അവർ അവസാനം കാവ്യവസ്ത്രം ധരിക്കുന്ന ഒരു ആശ്രമത്തിലെ ഒരു തപസ്വിനിയായ യോഗിനിയായി മാറി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ നവോത്ഥാനം എവിടെയൊക്കെ സ്ത്രീകളെ എങ്ങനെയൊക്കെ ഒതുക്കി, എങ്ങനെയൊക്കെ പാർശ്വവൽക്കരിച്ചു എന്ന ചോദ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വളരെ ശക്തമായിട്ട് നോവൽ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നോവൽ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒന്ന്, എല്ലാം നവോത്ഥാനം നമ്മൾ പൂർത്തീകരിച്ച ഒരു കാര്യമാണ്. കേരളം അതിൻ്റെ ഏറ്റവും പുതിയ ആധുനിക രാജ്യമായിട്ട് മാറി, ദേശമായി മാറി എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുമ്പോഴും അതിൻ്റെയൊക്കെ വളരെ തീക്ഷ്ണമായ വിമർശനം വൈക്കം മുഹമ്മദ് ബഷീർ ഉന്നയിക്കുന്നുണ്ട്. എൻ്റെ ഉപ്പൂപ്പാക്കറാനയുണ്ടായിരുന്നു. ഈ അഗ്നിസാക്ഷിയിലൂടെ ലളിതാംബിക അന്തർജനം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വിമർശനം നോവൽ എപ്പോഴും ഒരു, ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്ക്, ഒരു കൗണ്ടർ നറേറ്റീവാണ്. ഇതിൻ്റെ ആഖ്യാനം എന്നതൊരു പ്രതിയാഖ്യാനമാണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആശയത്തെ സങ്കീർത്തനം ചെയ്യാൻ നോവൽ ആവശ്യമില്ല. അത് നോവൽ ചെയ്യാറുമില്ല. അത് ചെയ്യുകയാണെങ്കിൽ അത് നോവലായിട്ട് ആരും കാണുകയുമില്ല. നോവലിൻ്റെ സ്വന്തം സ്വക്ഷേത്രം എന്നൊന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഒരു മേൽക്കോയ്മയുള്ള ഏതാശയമായാലും അതിനെ അങ്ങേയറ്റം തീക്ഷ്ണമായിട്ട് വിചാരണക്ക് വിധേയമാക്കുക, അവിടെയാണ് അതൊരു കൗണ്ടർ നറേറ്റീവ് ആവുന്നത്. ആനന്ദിൻ്റെ നോവലുകളെ പറ്റി ഇപ്പോൾ ഭരണകൂടം, നമ്മൾക്കറിയാം, ദേശ സ്വത്വത്തിന് വേണ്ടിയിട്ടുള്ള സമരം, ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ സ്വാതന്ത്ര്യ സമരം, അതിൽ പ്രേംചന്ദിൻ്റെയും അങ്ങനെയൊക്കെയുള്ള വലിയ നോവലുകൾ വന്നിട്ടുണ്ട്. അവിടെ പോലും ഇപ്പോൾ പ്രേംചന്ദിൻ്റെ ഗോദാൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗോദാനിലൂടെ പ്രേംചന്ദ് ചോദിക്കുന്നത് ഇത് ആരുടെ സ്വാതന്ത്ര്യമാണ്. ഹോര എന്ന ഏറ്റവും ഒരു ദളിത് കർഷകനാണ് അയാൾ, നിരക്ഷരനാണ് അയാൾ. ഒരു നിരക്ഷരനെ നിങ്ങൾ ഉൾക്കൊള്ളുമോ? പുതുതായി നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഇന്ത്യ ആർക്ക് വേണ്ടിയാണ്? അതിൽ ആരൊക്കെ പുറത്താകും എന്ന ചോദ്യമാണ്. ഇതെന്ന് തന്നെ ടാഗോറിൻ്റെ ഗോറ മാതിരിയുള്ള നോവലുകളിൽ വരുന്നുണ്ട്. അപ്പോൾ മലയാളത്തിലെ ഈ കാലഘട്ടത്തിലെ നോവൽ, ഞാനും മോഹനൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. അസുരവിത്ത് എന്ന നോവൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കേണ്ട ഒരു നോവൽ. 1962 അവിടെ ഒരു സന്ദർഭം മാത്രം പറയാം. കുഞ്ഞരക്കാർ എന്നൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ
ഗോവിന്ദൻകുട്ടി സുലൈമാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് വരികയാണ്. കുഞ്ഞിരക്കാർ പറയുന്നു, നീ എൻ്റെ വീട്ടിൽ ഇനി കാല് കുത്തരുത്, നീ മുസ്ലിമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരരുത്. എന്തുകൊണ്ട് കുഞ്ഞിരക്കാർ കോപിക്കുന്നെന്ന് ചോദിച്ചാൽ, ഹിന്ദു മുസ്ലിം രണ്ട് സ്വത്വങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് അന്യോന്യം മനുഷ്യബന്ധവും അങ്ങേയറ്റം സ്നേഹവും നമ്മൾക്ക് പുലർത്താൻ കഴിയും. അപ്പോൾ ഈ ബന്ധം എവിടെയോ വെച്ച് ഉലയുന്ന തരത്തിലാണ് ഒരു മതം മാറ്റത്തിൻ്റെ ഒരു പ്രക്രിയ പ്രവർത്തിക്കുക. ഇത് 62 കാലത്ത് എഴുതപ്പെട്ട നോവലിൽ കോളറയുടെ മരണം നൃത്തമാടുന്ന ഒരു വലിയ, അതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ കോവിഡ് കാലത്തൊക്കെ കണ്ടതാണ്. കേരളത്തിൽ അത്രയൊന്നും ഉണ്ടായില്ലെങ്കിലും ഉത്തരേന്ത്യയിൽ പലയിടത്തും ഈ ഭീകരമായിട്ടുള്ള മരണ നൃത്തങ്ങൾ നമ്മൾ കണ്ടു. മനുഷ്യൻ എന്ന വാക്കിൻ്റെ ഒരു പുതിയ മാനത്തെ പറ്റിയാണ് എം ടി പറയുന്നത്. നിങ്ങളെപ്പോഴാണ് മനുഷ്യനാവുന്നത്? അങ്ങേയറ്റം മരണത്തെ ഒരു കൂട്ടമായിട്ട്, ഒരു സമൂഹം എന്ന നിലയിൽ അതിഭീകരമായിട്ടുള്ള അത്യാസന്നമായിട്ടുള്ള ആപത്തിനെ നിങ്ങൾ നേരിടുമ്പോൾ അവിടെ നിങ്ങളുടെ മനുഷ്യത്വമാണ് അവിടെ വിചാരണ ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള നോവലുകളുടെ മുഴുവൻ സാധ്യതകളും ഇതിനൊക്കെ പുതിയ കാലത്ത് വായനകൾ വേണം. അസുരവിത്ത് എന്ന നോവൽ ഇന്ന് നാം വായിക്കുക. ഒരു പോസ്റ്റ് കോവിഡ് കാലത്ത്, ഒരു പോസ്റ്റ് ഗാസ കാലത്ത് ഏത് തരത്തിൽ ഈ നോവലുകൾ വായിക്കപ്പെടും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഈ ഏറനാടൻ ഒരു പ്രത്യേക സംസ്കാര ഭൂമികയിൽ വളരെ അവഗാഹത്തോടെ എം ടി കണ്ടെടുത്ത ചില ചരിത്ര സന്ദർഭങ്ങളുണ്ട്. അതിൽ ഇന്നും നമ്മൾക്ക് അത് പല രീതികളിൽ അത് നമ്മൾക്ക് പ്രസക്തമാണ്. അത് വീണ്ടും വീണ്ടും നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം. ഈ ഒരു 50കളിലെ നോവലുകളിൽ മുഴങ്ങുന്ന ഒരു തകർച്ചയുടെ ഒരു സ്വരമുണ്ട്. ഗാന്ധിയൻ ആശയങ്ങൾ കുറേയൊക്കെ ജീർണിതമായി മാർക്സിയൻ ആശയങ്ങളുടെ ഈ ഒരു ആ ഉട്ടോപ്പിയൻ സങ്കല്പങ്ങളൊക്കെ തകരുന്ന ഒരു കാലഘട്ടമാണ് 50കൾ. അതുകൊണ്ട് തന്നെ വ്യക്തി ഒറ്റപ്പെടുന്നു. ആ ഒറ്റപ്പെടലിൻ്റെ വലിയ മുഴക്കങ്ങൾ എം ടിയുടെ കൃതികളിലുണ്ട്. കാലം എന്ന നോവൽ 72 പുറത്തു വരുന്ന അക്കാലത്താണ്. 70 ആൾക്കൂട്ടം വരുന്നത്, 69 ഖസാക്ക് വരുന്നു, 72 കാലത്ത് തന്നെയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വരുന്നു. ഇതിലൊക്കെ സ്വയം അപരിചിതനാവുന്ന ആധുനിക മലയാളിയുണ്ട്. തനിക്കു തന്നെ ഇപ്പോൾ ആനന്ദിൻ്റെ ആൾക്കൂട്ടം ഒരു നാഗരിക മനുഷ്യരെ പറ്റിയാണെന്ന് പറയാം, ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിലാണെന്ന് പറയാം. പക്ഷേ അതിനപ്പുറം അത് ഈ വളരെ സങ്കീർണമായിട്ടുള്ള മനുഷ്യാവസ്ഥയുടെ ഒരു വലിയ ആഖ്യാനം അതിൽ ഉണ്ട്. ചെറിയ സന്ദർഭങ്ങളിലൂടെ. വലിയ നോവലാണ്, പക്ഷെ അതിലുള്ള ചെറിയ സന്ദർഭങ്ങൾ ബോംബെയുടെ പശ്ചാത്തലത്തിൽ നാഗരികതയുടെ തന്നെ തകർച്ച, മരുഭൂമികളുണ്ടാകുന്നത്. ഇതെനിക്ക് തോന്നുന്നത് വിജയനെ സംബന്ധിച്ചോളം അത്ര തന്നെ പ്രസക്തമാണ്. പക്ഷെ വിജയൻ വ്യത്യസ്തമാകുന്നത് അദ്ദേഹം കേരളം, ഇന്ത്യ അല്ലെങ്കിൽ ഈ ഒരു വളരെ പരിമിതമായിട്ടുള്ള സ്ഥല സങ്കല്പത്തിനപ്പുറം മധുരം ഗായതിയൊക്കെ വായിക്കുമ്പോൾ, ധർമ്മപുരാണം വായിച്ചാലും ഈ ഗായത്രി സ്വാക്ക് എന്ന എഴുത്തുകാരി പറയുന്നൊരു വാക്കുണ്ട്, പ്ലാനറ്ററി. നമ്മൾ സാഹിത്യത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്ന് വലിയ കാലാവസ്ഥ 3-4 മിനിറ്റ്
കാലാവസ്ഥയുടെ മാറ്റങ്ങൾ, പ്രകൃതിയുടെ വലിയ സംഘർഷങ്ങൾ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു ദേശം, പ്രദേശം, ഒരു വൻകര, ഇതിനൊന്നും കാര്യമായിട്ട് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ലോകത്തെ കാണാനാവുമോ? എനിക്കൊന്ന് വിജയൻ്റെ ആഖ്യാന സങ്കേതത്തിലുള്ള ഒരു വഴി തുറവ് മധുരം കായതി വായിച്ചു നോക്കും. അവിടെ ഭൂമി 2 ഭാഗമായിട്ട് പിളർന്നിരിക്കുകയാണ്. ഒരു പ്ലാനറ്ററി കാഴ്ചയാണ്. ഗ്രഹ എന്ന നിലയിൽ നമ്മളൊരു ഗ്രഹമനുഷ്യൻ, അതിനപ്പുറം സസ്യവും മനുഷ്യനും തമ്മിലുള്ള ജീവജാലങ്ങളുമായിട്ട് തരത്തിലുള്ള ബന്ധങ്ങൾ. അപ്പോൾ ലോകത്തെ തന്നെ പുതിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ളൊരു ഭാവന വിജയനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, എവിടെയൊക്കെ വിജയനെ കല്ലെറിയാൻ കഴിയും അതൊക്കെ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. വിജയൻ അതിലൊന്നും താണ് പറക്കുന്ന പക്ഷിയല്ല. അദ്ദേഹം വളരെ ഉയരത്തിലാണ് അദ്ദേഹം പറന്ന പക്ഷി. അദ്ദേഹം നമ്മൾക്കായിട്ട് അവശേഷിപ്പിച്ച ആഖ്യാന സങ്കേതങ്ങളായാലും പ്രമേയങ്ങളായാലും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സന്ദേഹങ്ങളായാലും, സന്ദേഹം എന്നത് സന്ദേഹിയുടെ സഞ്ചാരങ്ങൾ ആയിട്ട് അയാളെ നോവലുകളെ വായിക്കാനാവും. പറയാനേറെയുണ്ട്. അധികാരത്തെപ്പറ്റി, ഭരണകൂടത്തെപ്പറ്റി, നാം അറിയുന്ന രീതിയിലുള്ള ഇന്നത്തെ പ്രപഞ്ചത്തിന് തന്നെ ഭാവിയെപ്പറ്റി, ഇതിനെപ്പറ്റിയൊക്കെ നോവലുകൾ സംസാരിക്കുന്നുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മാധ്യമമായിട്ട് നോവലിനെ വളർത്തിയതിൽ ഈ 1950 മുതൽക്ക് 1990 വരെയുള്ള അതിനിപ്പുറമുള്ള നോവലുകളെ പറ്റി ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇതിലൂടെ തകഴിയായാലും ബഷീറായാലും MT ആയാലും വിജയനും ആനന്ദും സേതു കുഞ്ഞബ്ദുള്ള, ലിസ്റ്റ് വളരെ നീണ്ടതാണ്. അവരൊക്കെ നോവൽ എന്ന സാഹിത്യ രൂപത്തെ പുതുതായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. മലയാള നോവലിൻ്റെ ഒരു ഭൂമിശാസ്ത്രത്തിൽ, അതിൻ്റെ ഭാഷയുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു വിഷയമില്ല എന്ന് നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.